അടിപൊളി RSSകാരനായ ആർലേക്കർ പിണറായിക്ക് പറ്റിയ ജോഡിയാകാൻ തന്നെയാണ് സാധ്യത. ആരിഫ് മുഹമ്മദ് ഖാന് ശേഷം രാജേന്ദ്ര ആർലേക്കർ കേരള ഗവർണറായി എത്തുമ്പോൾ ആശങ്ക ഒഴിയാതെയാണ് സർക്കാർ നിൽക്കുന്നത്. ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ സർവകലാശാല വിഷയങ്ങളിൽ നേരിട്ടിടപെട്ട് ബീഹാർ സർക്കാരുമായി പോരടിച്ചാണ് ആർലേക്കറുടെ വരവ്. അതായത് ഒരു ഒന്നര ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരിക്കും പുതിയ ഗവർണർ. ഡൽഹിയിലെ പിണറായിയുടെ ലൈസൺ ഓഫീസർമാർക്കൊന്നും അദ്ദേഹത്തെ കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിഞ്ഞില്ലെന്നാണ് വിവരം. 2026 കേരളത്തിൽ സജീവ സാന്നിധ്യമാകാൻ BJP പ്രാപ്തമാക്കുകയാണ് ലക്ഷ്യം. ആരിഫ് മുഹമ്മദ് ഖാൻ BJPയോടും സംഘപരിവാറിനോടും അനുഭാവമുള്ള ആളായിരുന്നെങ്കിൽ ആർലേക്കർ BJP നേതാവും RSSുമായി അടുത്ത ബന്ധമുള്ള ആളാണ്. അതിനാൽ കേരളത്തിലേക്കുള്ള ആർലേക്കറിന്റെ വരവിന് ഏറെ രാഷ്ട്രീയ മാനങ്ങളുണ്ട്. പുതിയ ഗവർണറായി അദ്ദേഹം വ്യാഴാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. ഗോവ സ്വദേശിയായ ആർലേക്കർ BJP രൂപം കൊണ്ട 1980 മുതൽ പാർട്ടിയുടെ ഭാഗമാണ്. BJP ഗോവ ജനറൽ സെക്രട്ടറി ആയിരുന്നു. സത്യാഗ്രഹം കൊണ്ടല്ല, ഇന്ത്യയിലെ ജനങ്ങളുടെ കയ്യിൽ ആയുധം കണ്ടാണ് ബ്രിട്ടീഷുകാർ രാജ്യം വിട്ടതെന്ന് സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ഈയിടെ നടത്തിയ പ്രസ്താവനയും വിവാദമായിരുന്നു. സർക്കാർ ജോലിക്ക് അപേക്ഷിക്കുന്നവർക്ക് അച്ചടക്കം ഉറപ്പാക്കാൻ 2 വർഷത്തെ പട്ടാള സേവനം നിർബന്ധമാക്കണമെന്ന ആർലേക്കറിന്റെ നിലപാട് വിമർശനത്തിനിടയാക്കിയിരുന്നു. അടിമുടി രാഷ്ട്രീയക്കാരനായ ആർലേക്കറിന്റെ കരുനീക്കങ്ങളെ നേരിടുന്നതാവും വെല്ലുവിളി. ജനുവരി 3-ാം വാരം നിയമസഭ തുടങ്ങും. പുതിയ വർഷത്തെ സഭ നയപ്രഖ്യാപനത്തോടെയാണ് തുടങ്ങുക. സാമ്പത്തിക പ്രതിസന്ധി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ കേന്ദ്ര വിമർശനവും ഉള്ളടക്കമാവും. പുതിയ ഗവർണർ നയപ്രഖ്യാപനത്തിൽ എന്ത് നിലപാട് എടുക്കുമെന്നത് നിർണായകമാവും. സ്വാഭാവികമായും ഗവർണർ സഭയിലെത്തുമ്പോൾ പ്രതിഷേധം ഉറപ്പാണ്. ഭരണകക്ഷി അംഗങ്ങൾ പ്രതിഷേധിച്ചില്ലെങ്കിലും പ്രതിപക്ഷം പ്രതിഷേധിക്കും. അത് ഒച്ചപ്പാടിനിടയാക്കും. ഭരണപക്ഷം പ്രതിഷേധിച്ചാൽ സംഗതി കൂടുതൽ ഗൗരവതരമാകും. നയപ്രഖ്യാപനമായതിനാൽ ഭരണകക്ഷി അതിന് തയ്യാറാകാനുള്ള സാധ്യത കുറവാണ്. കേന്ദ്ര സർക്കാരിനെതിരായ പരാമർശങ്ങൾ പഴയ ഗവർണർ ജസ്റ്റിസ് P സദാശിവം ഒഴിവാക്കിയത് വിവാദമായിരുന്നു. ഗവർണർ വായിച്ചാലും ഇല്ലെങ്കിലും അച്ചടിച്ച പുസ്തകത്തിൽ സർക്കാർ നിശ്ചയിക്കുന്ന എല്ലാ പരാമർശങ്ങളും ഉണ്ടാവും. ഇനി അച്ചടിച്ച നയപ്രഖ്യാപനം തനിക്ക് കാണണമെന്ന് ഗവർണർ വാശി പിടിക്കാനും സാധ്യതയുണ്ട്. നയപ്രഖ്യാപനം എന്ന പേരിൽ തോന്നുന്നതെല്ലാം എഴുതി കൊടുത്താൽ അത് പിണറായി വിജയൻ തന്നെ വായിക്കേണ്ടി വരും. മുൻഷുണ്ടിക്കാരനായ ആരിഫ് മുഹമ്മദ് ഖാനെ ഒടിക്കാതെ വളച്ചതുപോലുള്ള ഗിമിക്കുകൾ പുതിയ ഗവർണറോട് നടക്കില്ല. SFIക്കാരെ ഇറക്കി കുട്ടിക്കളി തുടരാനും കഴിയില്ല. നയപ്രഖ്യാപനത്തിലെ ചില ഭാഗങ്ങൾ രാജ്യത്ത് ആദ്യമായി ഒഴിവാക്കിയത് ബംഗാൾ ഗവർണറായിരുന്ന ധർമ്മവീരയാണ്. 1969 മാർച്ചിലായിരുന്നു സംഭവം. അജയ് മുഖർജി ആയിരുന്നു അന്ന് മുഖ്യമന്ത്രി. ജ്യോതി ബാസു ആയിരുന്നു അന്ന് ഉപമുഖ്യമന്ത്രി. ഗവർണറുടെ നടപടി ഇടത് പാർട്ടികൾ ചോദ്യം ചെയ്തു. 1982 ജനുവരി 30 K കരുണാകരൻ സർക്കാരിന്റെ കാലത്ത് ഗവർണർ ജ്യോതി വെങ്കിടാചലം പ്രസംഗം പൂർത്തിയാക്കാതെ നിയമസഭ വിട്ടു. AK ആന്റണി സർക്കാരിന്റെ കാലത്ത് ഗവർണർ സുഖ്ദേവ് സിംഗ് കാങ് മുമ്പുണ്ടായിരുന്ന നായനാർ സർക്കാരിനെതിരെയുള്ള ഖണ്ഡിക വായിക്കാതെ വിട്ടുകളഞ്ഞു. കർണാടക ഗവർണർ HR ഭരദ്വാജ് 2 തവണ 4 ഖണ്ഡിക ഒഴിവാക്കി. ത്രിപുര ഗവർണർ തഥാഗത റോയ് നയപ്രഖ്യാപനത്തിൽ നിന്നും കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനങ്ങൾ ഒഴിവാക്കിയത് വിവാദമായിരുന്നു. ഈ പറഞ്ഞ ഗവർണർമാരുടെ തല തൊട്ടപ്പനാണ് പുതിയ ഗവർണർ. വിരമിച്ച ജഡ്ജിമാരായ V ഷോസി, അശോക് മേനോൻ എന്നിവരെ ഉപലോകായുക്തമാരായും PSC അംഗമായ ഋഷ T ഗോപാലിനെയും നിയമിക്കാനുള്ള സർക്കാർ ശുപാർശ ഒപ്പിടാതെയാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ മടക്കം. പുതിയ ഗവർണർ ഇതിൽ എന്ത് തീരുമാനമെടുക്കുമെന്നതും കാത്തിരുന്ന് കാണേണ്ടി വരും.